ആദമിന് ഉടമ്പടി ഇല്ലല്ലോ. ആദമിന് ഉടമ്പടി എനിക്ക് പാലിക്കുന്നുണ്ടോ ഉടമ്പടിയുണ്ട്. ആദം? ഞാൻ ഇസഹാക്കിന്റെ അല്ല, വംശാവലിയാണ് എബ്രഹാമിന്റെ ഉടമ്പടി ആദമ് പാലിക്കുന്നുണ്ടോ? പിന്നെ ഇല്ലേ? എന്താ പരിശോധന നിൽക്കുന്നുണ്ടോ? അല്ല, ഇസഹാക്കിന്റെ വംശാവലി പിറന്ന ക്രിസ്തുവിനെ അബ്രഹാമിന്റെ പിൻപറ്റുന്നു. പടം അബ്രഹാമിന്റെ ഉടമ്പടി ആദം പാലിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെ പരിശോധന നിൽക്കുന്നുണ്ടോ? ഇസ്മായിലിന്റെ അല്ല, വംശാവലിയായിട്ടുണ്ട്. പരിച്ഛേദന ഏൽക്കുന്നുണ്ടോ? പരിച്ഛേദന വേണ്ട. അതെ, പരിച്ഛേദന ഇത് ഏൽപ്പിക്കല്ല വേണ്ടത്. എന്നേക്കും എന്റെ ഉടമ്പടിയാന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല, അത് ന്യായപ്രമാണം പറഞ്ഞിട്ടില്ല. വരെയുള്ളൂ. പരിച്ഛേദന എന്നത് എന്നും എന്നേക്കുള്ള ഉടമ്പടിയാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, അത് പറഞ്ഞിട്ടില്ലേ? അവരെ സംബന്ധിച്ചത്. എബ്രഹാമിന്റെ ഉടമ്പടിയിൽ പരിച്ഛേദന എന്നേക്കുമുള്ള ഉടമ്പടിയാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. ഉണ്ട്. അത് ആദം അബ്രഹാമിന്റെ പാലിക്കുന്നുണ്ടോ? ഉണ്ട്. അത് ആദം പാലിക്കുന്നുണ്ടോ? വേണ്ട, അത് പാലിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് ഇവിടെയല്ലേ പറഞ്ഞു നിങ്ങൾ എസ്ഹാക്കിന്റെ പാരമ്പര്യം, അബ്രഹാമിനേക്കാൾ വലിയവനാണ് നിങ്ങളെ ക്രിസ്തു. എസ്ഹാക്കിന്റെ പാരമ്പര്യം പിന്തുണ അബ്രഹാമിന്റെ പാരമ്പര്യം പിന്തുണ നിങ്ങളല്ലേ പറഞ്ഞത്? അതെ, ആ അബ്രഹാമിനേക്കാൾ വലിയവനാണ് ക്രിസ്തു. ഉടമ്പടിയിൽ പരിച്ഛേദന ഉണ്ടോ? പിന്നെ അബ്രഹാമിനേക്കാൾ വലിയവനാണ് ക്രിസ്തു. ക്രിസ്തുവിനെ അല്ല, പിൻപറ്റുന്നതിൽ നമുക്ക് അബ്രഹാമിന്റെ പടം അല്ല, ആദ്യം അബ്രഹാം ക്ലിയർ ആവട്ടെ. അബ്രഹാമിന്റെ ഉടമ്പടിയിൽ പരിച്ഛേദന ഉണ്ടോ? അബ്രഹാമിന്റെ ഉടമ്പടിയിൽ പരിച്ഛേദന ഉണ്ട്. ഉണ്ട്. ആ ഉടമ്പടി ആദം പാലിക്കുന്നുണ്ടോ? അത് എനിക്ക് പാലിക്കേണ്ട കാര്യമില്ല. ഞാൻ അല്ല, പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഉടമ്പടി പാലിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ഉടമ്പടി ഉടമ്പടി ഉണ്ടെന്ന് ക്രിസ്തുവായിട്ടുള്ള പറഞ്ഞല്ലേ? ഉടമ്പടിയാണ് അത്. അല്ല, ആ ക്രിസ്തുവിനെ ഉടമ്പടിയിൽ സ്വീകരിക്കുക. പരിച്ഛേദന ഉണ്ടോ? ആ ഉടമ്പടി പരിച്ഛേദന ഉണ്ടോ? ആ ഉടമ്പടിയിൽ പരിച്ഛേദന അവസാനം വരെ ഇല്ല. ഈ അബ്രഹാമിന്റെ ഉണ്ടോ ഇല്ലേ അതാ ചോദ്യം. ആ ഉടമ്പടിയിൽ ഉണ്ട്. അബ്രഹാമുമായിട്ട് ഈ ദൈവത്തിന്റെ പറയുന്ന ഉടമ്പടി വചനത്തിലുണ്ട്. ഉണ്ട്. ആ ഉടമ്പടി യസ്ഹാക്കിലൂടെയാണ് മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ആ ഉടമ്പടി ആദം പാലിക്കുന്നുണ്ടോ? ഞാൻ പാലിക്കേണ്ട കാര്യമില്ല. അത് ക്രിസ്തുവിലൂടെ വരുമ്പോൾ അത് പാലിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു പറഞ്ഞോ പാലിക്കണ്ടെന്ന് പറഞ്ഞോ? ക്രിസ്തു പറഞ്ഞു അബ്രഹാമിനേക്കാൾ വലിയവൻ ഞാനാണെന്ന് പറയുന്നത്. അല്ല, അബ്രഹാമിന്റെ ഉടമ്പടി പാലിക്കണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞുണ്ട്. എവിടെ? ക്രിസ്തു പറയുന്നത് പിന്നെ നിങ്ങൾ എബ്രഹാമിന്റെ ഉടമ്പടി പാലിക്കേണ്ട ആവശ്യമില്ല, ന്യായപ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ എവിടെ? അവിടെ പുതിയ ഉടമ്പടി ക്രിസ്തു തരുന്നുണ്ട്. അത് എവിടെ പറഞ്ഞു ഉടമ്പടി പാലിക്കണ്ട? ഞാൻ തരാം. എബ്രഹാമിന്റെ നിങ്ങൾ പറഞ്ഞു, ആദം തന്നെ പറഞ്ഞു ആ യസ്ഹാക്കിലൂടെയാണ് ഉടമ്പടി തുടരുക എന്ന് പറഞ്ഞു. അതെ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ആ ഉടമ്പടി പാലിക്കേണ്ടത്. ഉടമ്പടി പാലിക്കലാണോ ദൈവത്വമായിട്ടുള്ള ഇത് പറഞ്ഞ കൽപ്പന, അതോ ഉടമ്പടി പാലിക്കാതിരിക്കലാണോ? ഉടമ്പടി പാലിക്കലാണ്. പാലിക്കണം. ആ ഉടമ്പടി ആദം പാലിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെ പരിശോധന നിൽക്കുന്നുണ്ടോ? പറഞ്ഞുതരാം. പരിച്ഛേദന ഏറ്റുകൊണ്ടിരുന്ന ഞങ്ങൾ ക്രിസ്തു വന്നപ്പം ഇതാണ് പുതിയ ഉടമ്പടി, പാവമോചനത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ക്രിസ്തു എവിടെ പറഞ്ഞു പരിശോധന ഏൽക്കണം എന്ന് പറഞ്ഞ എവിടെ? പരിച്ഛേദന ഏൽക്കാൻ പുതിയ ഉടമ്പടി എബ്രഹാമിന്റെ ഉടമ്പടിയിൽ പരിച്ഛേദന ഏൽക്കണ്ട യേശു പറഞ്ഞവിടെ? പൗലോസ് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞവിടെ? പൗലോസ് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞവിടെ? അത് പറഞ്ഞു തരാൻ നബീല, നിങ്ങൾ വെപ്രാളപ്പെടാതിരിക്കുവാണെങ്കിൽ എടുത്തോ. എനിക്ക് ആദ്യം വേണ്ടത് എബ്രഹാമിന്റെ ഉടമ്പടി. ഒരു മിനിറ്റ്. എബ്രഹാമിന്റെ ഉടമ്പടി ഇസ്ഹാക്കിലൂടെയാണെന്ന് പറഞ്ഞു. എന്റെ വാദം എബ്രഹാമിന്റെ ഉടമ്പടി ഇസ്ഹാക്കിലൂടെയും ഉണ്ട്, ഇഷ്മായിലൂടെയും ഉണ്ട്. അത് ഞങ്ങൾ പാലിക്കുന്നവരാണ്. ഒരു മിനിറ്റ്. ഇവിടെ ഇസ്ഹാക്കിലൂടെ മാത്രം എന്ന് നിങ്ങൾ കാണിച്ചു നിൽക്കട്ടെ. ഇസ്ഹാക്കിലൂടെ നിയമം പാലിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഉടമ്പടി എബ്രഹാമിനാണ്. ആ ഉടമ്പടി ഇസ്ഹാക്കിലൂടെ പാലിക്കപ്പെടണം, ഇഷ്മായിലൂടെയും പാലിക്കപ്പെടണം. എന്റെ ചോദ്യം, ആ ഉടമ്പടി ആദം പാലിക്കുന്നില്ല എന്നിവിടെ പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെ ഇസ്ഹാക്കിന്റെ പാരമ്പര്യം അവകാശപ്പെടപ്പെടാൻ പറ്റും? കാരണം ഇവിടെ നിയമം ഉടമ്പടി. പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓള് നിങ്ങൾ പറഞ്ഞത് പിന്നെ ഇസഹാക്ക് വഴി ഇസ്മായിൽ വഴി ഉടമ്പടി ഉണ്ട് എന്ന് പറയുന്നത് ഇത് വചനവിരുദ്ധമാണ്. ബൈബിളിലും തോറയിലും ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ക്ലെയിം ചെയ്തത്. ഉൽപ്പത്തി 17-ന്റെ 20-ഉം 21-ഉം വായിച്ചു കഴിഞ്ഞാൽ 21-ൽ എന്നാൽ, അതായത് ഇസ്മായിലിനെ അനുഗ്രഹിക്കും, അവന്റെ സന്താനങ്ങളെ വർദ്ധിപ്പിക്കും, അവനെ അനുഗ്രഹിക്കും, 12 രാജാക്കന്മാരെ കൊടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് പറയാണ്, എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. പിന്നെ നബീല് പറയുന്നത് ഇതിൽ ഒന്നും വായിക്കുകയല്ല. എന്റെ സമയം വായിക്കുക. അല്ല, 21-ന്റെ മുമ്പ് 7 ചെയ്തിട്ട് വായിക്കും. അല്ല, ഒരു മിനിറ്റ്. 21-ന്റെ 7 മിനിറ്റ് ആണെങ്കിലും ഞാനത് വായിച്ചതിന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് എടുക്കും പോരെ? അതല്ലേ മര്യാദ? മര്യാദക്കൊക്കെ ഇവിടെ പഠിക്കാൻ പറ്റും. അത് 7 തൊട്ട് വായിക്കാൻ പറ്റുമോ? 17-ന്റെ 7 തൊട്ട് വായിക്കാൻ പറ്റുമോ? 7 തൊട്ട് വായിക്കാൻ പറ്റുമോ? പോയി 7 തൊട്ട് വായിക്കാൻ പറഞ്ഞ പോലും പോയി. ഇനി നമ്മുടെ സാക്ക് ബ്രദറെ, ഈ മത്തായി 7:15 വായിച്ചോ? മത്തായി 7:15. ഓക്കെ, വായിക്കാം. വായിച്ചോളൂ. കള്ളപ്രവാചന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേവ കടിച്ചു കീറുന്നു, ചെന്നായ്ക്കളാകുന്നു.
ഓക്കെ, അകമേവ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഈ കടിച്ചു കീറുന്ന ചെന്നായ എന്ന് പറഞ്ഞ പ്രയോഗം ബൈബിൾ പരിപ്രേക്ഷ്യത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞതാണ്? അതായത് എന്താ പറയുന്നത്, ഇപ്പം പറയല്ലേ ആട്ടും തോലിട്ട ചെന്നായ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ അല്ല, കടിച്ചു കീറുന്ന ചെന്നായ എന്ന് ഒരു കൂട്ടരെ കുറിച്ച്, കടിച്ചു കീറുന്ന ചെന്നായ എന്ന് ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആരെ കുറിച്ചാണ്? ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 27 വചനം ഒന്ന് വായിക്കാവോ? അല്ല അത് വായിക്കാം. ചെന്നായ്ക്കൾ എന്നുള്ളത് ഇവിടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ചെന്നായ്ക്കളുടെ. ആയിക്കോട്ടെ, കടിച്ചു കീറുന്ന ചെന്നായ എന്ന് പറഞ്ഞ ആ പ്രയോഗം ആരെ കുറിച്ചാണ്? ഏത് വിഭാഗത്തെ കുറിച്ചാണ്? ഉൽപ്പത്തി പുസ്തകം 49:27 വായിക്കാവോ? ചെന്നായ്ക്കളുടെ നടുവിൽ ആട്ടിൻകുട്ടിയെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുള്ള വചനമുണ്ട്. മനസ്സിലായില്ലേ? അതല്ല ഞാൻ ചോദിക്കുന്നത്, കടിച്ചു കീറുന്ന ചെന്നായ എന്ന്, അകമേവ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പ്രയോഗം, കടിച്ചു കീറുന്ന ചെന്നായ എന്ന് പറഞ്ഞ പ്രയോഗം ആരെ കുറിച്ച് പറഞ്ഞതാണ്? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 27 വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എടുക്കാവോ? ഞാനിപ്പോ ഈ ഇതായാലും എടുക്കുന്ന വണ്ടിയാലായിരിക്കുന്ന പറഞ്ഞു എന്നാന്ന് പറഞ്ഞു. എടുത്തോളൂ, ഒന്നും എടുത്തോളൂ. 27 എടുത്തോളൂ. ഞാൻ നിർത്തണേ, ഞാനിപ്പോ എവിടെയെങ്കിലും നിർത്തണം ഇനിയിപ്പോ അത് എടുക്കണമെങ്കിൽ. അപ്പൊ നേരത്തെ എങ്ങനെയാ വായിച്ചത്? ഞാൻ അന്നേരം നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഇനിയും പിന്നെ രണ്ടാമത് വായിക്കാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ട് വണ്ടി എടുത്തു. ഇല്ല, അത് കാരണം കടിച്ചു കീറുന്ന ചെന്നായ ആരെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറയാം.